ഹലോ കുഞ്ഞുമണീസ്, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണേ. ആദ്യമേ എൻ്റെ ചാനലിൽ ബിരിയാണി വയ്ക്കുന്നതൊക്കെ റെസിപ്പി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഓട്ടിച്ച് പോകാമെന്നുള്ള രീതിയിൽ ഇങ്ങനൊരു വീഡിയോ എടുക്കുന്നത്. അതുപോലെ തന്നെ വീഡിയോ എടുത്തു തരാനും ആരും ഇല്ലാത്തത് കൊണ്ട് പറ്റുന്നത് മാത്രമേ ഞാൻ ഷൂട്ട് ചെയ്യുന്നതുള്ളൂ. അപ്പോൾ മോൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അവൻ്റെ ഫ്രണ്ട് വരുമെന്നുള്ളതുകൊണ്ട് കുറച്ചധികം ചോറും ദമ്മിട്ട് ബിരിയാണി ചെയ്യണമെന്നുള്ള രീതിയിൽ കുക്കിംഗ് ചെയ്യുന്നതാണ് കേട്ടോ. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നേരത്തെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം അരി ഒന്ന് വറുക്കുന്നതിന് വേണ്ടി ഇട്ടേക്കാണ്. നെയ്യിൽ ചൂട് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് അതിലോട്ട് ഒഴിച്ച് ബിരിയാണി സെറ്റാകാൻ വേണ്ടി വെച്ചേക്കാണ് കേട്ടോ. ഒരു അരമണിക്കൂറിനുള്ളിൽ അത് എല്ലാം റെഡിയായി. അതിനുശേഷം ഫ്രൈ ചെയ്ത് എടുക്കാമെന്നുള്ള രീതിയിൽ ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി എല്ലാം അതിലോട്ട് ഉപ്പ്, കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് അത് മിക്സാക്കി ഫ്രൈ ചെയ്യുക. അതൊന്ന് അരമണിക്കൂർ സെറ്റ് ആയ ശേഷം അതും അടുപ്പിൽ തന്നെ ചീനച്ചട്ടി വെച്ച് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. കുറച്ചായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ സൈഡിൽ നമുക്ക് കിസ്മിസ് കൂടെ സെറ്റാക്കാം. കാര്യം ഇതെല്ലാം റെഡിയായി വരുമ്പോൾ നമുക്ക് ദമ്മ് ഇടണം. അതെല്ലാം കോരി മാറ്റിച്ച് ഓരോന്നോരോന്നായിട്ട് ചെയ്യാണ്. ഇത് ദമ്മിടാനുള്ള സംഭവമാണ്. ആ ഫ്രൈ ചെയ്ത് വെച്ചതിൻ്റെ ബാക്കി ഓയിലും ഉണ്ടായിരുന്നു. അതിലോട്ട് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇട്ടൊന്ന് വഴറ്റിയ ശേഷം കുറച്ച് തൈരാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. തൈരും കൂടെ ആഡ് ചെയ്തിട്ട് ടൊമാറ്റോ സോസ് ഇല്ലായിരുന്നു. അപ്പോൾ ടൊമാറ്റോ സോസിന് പകരം 2 തക്കാളിയും കൂടി അടിച്ചൊഴിച്ച് ഒന്ന് വാടി, അതായത് ഒന്ന് കുറുകി വരാൻ വേണ്ടി ഇങ്ങനെ ഇട്ടേക്കാണ്. കുറുകി വരുമ്പോൾ അതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ചോറ് ഇട്ടത്. അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ പറ്റുന്നത് മാത്രമേ ചെയ്യുന്നുള്ളൂ. കാര്യം എല്ലാം എടുക്കാൻ പറ്റുന്നില്ല. ഒന്നാമത് ചൂട്, രണ്ടാമത് ഇത് ഇപ്പോഴത്തെ സൈഡ് നമുക്ക് ഷൂട്ട് ചെയ്യാനും പറ്റുന്നില്ല. 2 പാത്രത്തിലോട്ട് ചേഞ്ച് ചെയ്യണത് കൊണ്ട് ഭയങ്കര പാട്. അപ്പോൾ വീണ്ടും ഞാൻ അത് രണ്ടാമത്തെ സെക്ഷനാണ് ചെയ്തത്. ഇതെല്ലാം ചെയ്ത് വെച്ച ശേഷം ഇത് വിളമ്പുന്നതാണ്. കാര്യം കറിക്ക് വേണ്ടി പരിപ്പും ഉണ്ട്, അച്ചാറുണ്ട്, സലാഡും ഉണ്ടായിരുന്നു. അതൊക്കെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇത് ഞങ്ങൾ വിളമ്പുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊന്നും കാണില്ല, എന്നാലും ഒന്ന് പറയുന്നു എന്നേ ഉള്ളൂ. പപ്പടമൊക്കെയാണ് എന്താ, സലാഡൊക്കെ മറന്നുപോയി എടുക്കാനായിട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.